നമസ്കാരം, എൻ്റെ പേര് രഞ്ജിത്ത്. നമ്മളിനി ചില്ലി ഗോബി ഉണ്ടാക്കുന്നതാണ് കാണാൻ പോകുന്നത്. ചില്ലി ഗോബി അതിനുവേണ്ടി നമ്മൾ എടുത്തേക്കുന്ന ഒരു ഫ്ലവറാണ്. അത് നമുക്ക് ആദ്യമേ കുറച്ച് ചൂടുവെള്ളത്തിനകത്തിട്ട് കഴുകിയെടുക്കണം. അരമണിക്കൂർ ഇതിവിടെ വച്ചേക്കാം. ഇനി അതിന് വേണ്ട സാധനങ്ങൾ, ആദ്യം നമുക്ക് കോട്ട് ചെയ്യാനുള്ള വേണ്ട സാധനങ്ങൾ: ഉപ്പ്, മൈദ, കോൺഫ്ലവർ, മുട്ട, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, ചില്ലി സോസ്, സോയാ സോസ്. ഇതിട്ടാണ് നമ്മളിത് കോട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമുക്ക് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ്, ഉപ്പിട്ട് കുറച്ച് മൈദ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റ്, അല്പം മുളക് പുഴുങ്ങി പേസ്റ്റാക്കി വെച്ചാണ്, ചില്ലി പേസ്റ്റാക്കി വെച്ചാണ്. ഇത് എരിവ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. എരിവിന് വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. ഇത് കോട്ട് ചെയ്ത് മസാല നല്ലപോലെ പിടിച്ചേക്കിട്ട് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരച്ചത്, 1 സ്പൂണ് ഇഞ്ചി അരച്ചത്, എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മൈദ കുറവാണെങ്കിൽ ഒരു ശകലം മൈദയും കൂടെ ഇട്ടിട്ടുണ്ട്, 1 സ്പൂൺ കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ മസാല ഒന്ന് സെറ്റാവാനായിട്ട് വെക്കാം. നമുക്കാദ്യം അതിൻ്റെ ഗ്രേവി തയ്യാറാക്കണം. പാൻ വെച്ച് നല്ലപോലെ ഒന്ന് ചൂടാകട്ടെ. ചൂടാകുമ്പോൾ അതിലേക്കൊരു 1.5 സ്പൂണ് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ഇതിലേക്ക് ഇഞ്ചി ഇടണം. ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 സ്പൂൺ വെളുത്തുള്ളി,
നല്ലൊരു ബ്രൗൺ കളറാണ്. ഇതൊരു ബ്രൗൺ കളറായിട്ട് അതിലേക്ക് ക്യാപ്സിക്കം, സവാള ക്യൂബായിട്ട് അരിഞ്ഞത്, പച്ചമുളകുണ്ട്, ഒരു വലിയ സവാള, ഒരു ക്യാപ്സിക്കം, ഒരു 3 പച്ചമുളക്. അത് റെഡി ആകുമ്പോഴത്തേന് നമുക്ക് ഗോപി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചില്ലി ഗോപിയുടെ മസാല നമ്മൾ നേരത്തെ ഇട്ട് വെച്ചത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ തന്നെ ഇതിനകത്ത് മസാലയും ഇടാം. ചില്ലി ഗോപിയുടെ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ് മുളക് പുഴുങ്ങി അരച്ച് വെച്ചത് ചേർക്കാം. ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ഇടാം. ഗോപിക്കകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. സോയാ സോസ്, ഇതിലേക്ക് ടൊമാറ്റോ സോസ്, ഒരു 2 സ്പൂണ് ടൊമാറ്റോ സോസ്. ഇതിലേക്ക് ഇനി വെള്ളം ചേർക്കാം. ഒരു 1.5 ഗ്ലാസ് വെള്ളം. ഗോപി ഫ്രൈ ചെയ്തെടുക്കാം. ചില്ലി ഗോപി, ചില്ലി ചിക്കൻ എല്ലാം ഈ ഗ്രേവി സെയിമാണ്. ഗ്രേവി വ്യത്യാസമൊന്നുമില്ല. ഗ്രേവി എല്ലാത്തിൻ്റെ സെയിം ഗ്രേവി തന്നെയാണ്. ഇതിലോട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ചിക്കൻ ഇട്ടാൽ ചില്ലി ചിക്കനായിട്ട് ആക്കാം. ഗോപി ഇട്ടാൽ ചില്ലി ഗോപി, ചില്ലി മഷ്റൂം, ചില്ലി പനീർ എല്ലാത്തിൻ്റെയും ഗ്രേവി തന്നെയാണ്. ഒറ്റ ഗ്രേവിയാണ്. ഉപ്പ് നോക്കാം. ഇപ്പോൾ കറക്റ്റാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഗോപി ഓരോ പീസായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഇട്ടാൽ ഒട്ടിപ്പിടിച്ച് പോകും. 2 ട്രിപ്പായിട്ടൊക്കെ ഇടാം. ഒരു ഗോപി ഫ്രൈ ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ മറ്റേ നമുക്കിനകത്തിട്ടിടാം. ഇതിപ്പോൾ ഒരു സെമി ഗ്രേവി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒത്തിരി ഗ്രേവി അല്ല, ഒത്തിരി ഡ്രൈയും അല്ലാത്ത വിധത്തിൽ. ഇതിനകത്തേക്ക് ഒരു ഇച്ചിരി കോൺഫ്ലവർ കലക്കി വെച്ചതാണ്. അല്പം കോൺഫ്ലവർ കലക്കി വെച്ചത് ഇട്ട് വെച്ചത്. ഇതൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലവർ ഒഴിക്കുന്നത്. അവിടെ ചില്ലി ഗോപി റെഡി ആയിട്ടുണ്ട്. ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇതിന് മേലെ സ്പ്രിംഗ് ഒനിയനോ സെല്ലറി അങ്ങനെ എന്തെങ്കിലും ഇടാം. സെല്ലറി അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്.